കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. വാവേ കണ്ണാടി നോക്ക് വാവേ, ഇതാരാ? വാവ വാവ നോക്ക്. ആ അപ്പുക്കുട്ടൻ നോക്ക് നോക്ക്. After the real order comes the imaginary order. The baby enters the imaginary order through the mirror stage. Order means a stage. Okay, so imaginary order തുടങ്ങുന്നത് ഈ മിറർ സ്റ്റേജോട് കൂടിയിട്ടാണ്. Mirror stage is a starting or the necessary condition for the infant to enter the bigger order or the bigger stage or the bigger realm, which Lacan calls the imaginary order. This is the time when the baby develops the ego. When the baby is around 6 months, it begins to sense that there is a difference between it and the mother. It begins to develop a sense of the other. Then let's say you pick up the baby one day and take it to the mirror. We ask the infant, "Ida ara?" And they try to touch and comprehend the totality of their body. The muscles and the coordination of the infant are not yet complete. ഉള്ളിൽ ഒരു കോർഡിനേഷൻ കുറവുണ്ട്, പക്ഷെ അതിങ്ങനെ കുട്ടി കാണുന്നുണ്ട്, ഒരു രൂപം ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ദ ഇൻഫന്റ് സീസ് എ ഹോൾ ഇമേജ്. പൂർണ്ണമായിട്ടുള്ള രൂപമാണല്ലോ കാണുന്നത്, കുഞ്ഞിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം. പക്ഷെ ഉള്ളിനുള്ളിൽ അറിയാം എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളത്. ദ ഈഗോ ദ പേഴ്സൺ ഓഫ് ദ ഇൻഫന്റ് ഇസ് ഡെവലപ്ഡ് അറ്റ് ദിസ് സ്റ്റേജ്. കുട്ടിക്ക് മനസ്സിലാവുകയാണ് ഇത് ഞാനാണ്, ഓക്കെ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ട്, ഞാനാണെന്ന് കുട്ടി മനസ്സിലാക്കി എടുക്കുകയാണ്. വെൻ വി ടെൽ ദ ബേബി ഇറ്റ് ഈസ് യു, നീയാണ് മോനെ നോക്കുക, നീയാണ്. ദ ബേബി സെൻസ് ഓഫ് സെൽഫ് ഈസ് ഓൾസോ അണ്ടർഗോയിങ് എ പ്രോസസ്. ദ ഫീഡ്ബാക്ക് ഫ്രം ദ പീപ്പിൾ അറൌണ്ട് ദ ബേബി ആൻഡ് ഇറ്റ്സ് വിഷൻ of the mirror image is developing its ego or self-image. The basis of the imaginary order is the formation of the ego in this mirror stage. Lacan hypothesized that the baby can recognize itself in the mirror before attaining control over its bodily movements. The child sees its image as a whole, but this contrasts with the lack of coordination of the body and this leads the child to perceive ഒരു ഫ്രാഗ്മെന്റഡ് ബോഡി. അല്ല ഉള്ളിൽ ഒരു ചെറിയൊരു ഫ്രാഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട്, കോർഡിനേഷൻ ഒന്നും വന്നിട്ടില്ല, മസിൽസും ബോൺസും തമ്മിലൊരു കോർഡിനേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ കുട്ടി കാണുമ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപമാണ് കാണുന്നത്. ഇതാണ് ഞാൻ എന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നു 916, പക്ഷെ കുട്ടിക്ക് അറിയാം എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത്. ഞാൻ കൊള്ളാം എന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് എന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ട്. The mirror stage, Lacan hypothesized, shows that the ego is the product of misunderstanding. ഒരു misrecognition സംഭവിക്കുകയാണ്. Lacan calls it a misrecognition on the part of the baby. The mirror stage is where the subject becomes alienated from itself and thus is introduced into the imaginary order. Alienated ഓ ഏലിയനോ? ഇതിലൂടെ എന്താ ഏലിയന്റെ കാര്യം? How is it alienated? The baby is identifying with an image. It is not the baby in its entirety. അത് പൂർണ്ണമായിട്ടുള്ള രൂപമല്ല ബേബിയുടെ. Hence, Lacan tells our ego is formed not based on an internal sense of separate wholeness, but created through an imaginary identification with the image in the mirror. This is why Lacan calls the phase of demand and the mirrors the realm of the imaginary. എന്താണ്? കുട്ടി നോക്കുമ്പോൾ കുട്ടിയുടെ ഇമേജ് കാണുന്നുണ്ട്. ആ ഇമേജ് കുട്ടിയാണോ? അല്ല. പക്ഷെ ഇത് താനാണ് എന്നുള്ള ഒരു ബോധ്യം കുട്ടിക്ക് ഉണ്ടാകുകയാണ്. എല്ലാവരും പറയുന്നുണ്ട്, മൂവിൻ്റെ നോക്കുമ്പോൾ അതുപോലെ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു ഇമേജ് കുട്ടിയല്ല താനും. അപ്പോൾ ഒരു അതറാണ്, തന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തോ ആണ്. പക്ഷെ കുട്ടി അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സെൽഫ് എന്നുള്ള നമ്മുടെ ഈഗോ അവിടെ ഫോം ചെയ്യാണ്. ഞാൻ എന്ന് പറയുന്ന ഒരു സംഭവം കുട്ടി കാണാണ് ഇമേജിൽ. അപ്പോൾ ഇത് കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഭവം തന്നെയാണ്, അതിനെന്ത് കുട്ടിയല്ല. അതുകൊണ്ടാണ് ഇതിനെ ഏലിയനേറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഇമേജാണ്, ഈ ഇമേജാണ് കുട്ടി ഐഡന്റിഫൈ ചെയ്ത് ഞാനാണെന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഇതിനെ ഇത് ശരിക്കുള്ളതല്ല, ഇതൊരു റിയൽ സംഭവം അല്ല, ഇമേജ് മാത്രമാണ്, കുട്ടിയല്ലല്ലോ അത്. അതുകൊണ്ടാണ് ഇതിനെ ഇമാജിനറി ഓർഡർ എന്ന് പറയുന്നത്. ഈ ഒരു സെൻസ് ഓഫ് സെൽഫ് ഇപ്പോൾ ഡെവലപ്പായി വരികയാണ് കുട്ടിക്ക്. ഭാവിയിൽ പല പ്രതിസന്ധികളെയും ഒക്കെ നേരിടാനൊക്കെ ഉള്ളൊരു ആർമറാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. കാരണം നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈഗോ വേണം.
അപ്പൊ അതിനുള്ള ഒരു 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 ആർമർ ഉണ്ടാക്കിയെടുക്കുകയാണ് മനുഷ്യന്റെ മനസ്സ് ഈ ഇമേജ് ഐഡന്റിഫൈ ചെയ്തിട്ട്. The mirror image, the whole person, the baby identifies or mistakes to be itself. അമ്മയിൽ നിന്നും വിട്ട് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു സെപ്പറേറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദ ചൈൽഡ് ഈസ് ഫ്രസ്ട്രേറ്റഡ്. കാരണം ഇനിയൊരു തിരിച്ചുപോക്കൊന്നുമില്ല, അമ്മയിലേക്ക് തിരിച്ചുപോക്കൊന്നുമില്ല. അമ്മയിൽ നിന്ന് വേർതിരിഞ്ഞ് വിട്ട് കഴിഞ്ഞു എന്നുള്ള കുട്ടിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അമ്മ വേറെയാണ്, അച്ഛൻ വേറെയാണ്, ഞാൻ വേറെയാണ്. അപ്പൊ ആ ഒരു സെൻസ് ഓഫ് സെൽഫ് ഇവിടെ ഉണ്ടായി വരികയാണ്. ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കുട്ടിക്ക് മനസ്സിലായി വരികയാണ്. The fiction of the stable, whole, unified self that we see in the mirror becomes a compensation for having lost the original oneness with the mother's body. കുട്ടി നോക്കുമ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപമാണ്. ഓക്കെ, അപ്പൊ ഞാൻ വിട്ടിട്ടില്ല, ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് സംഭവമാണെന്നുള്ള കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അമ്മയിൽ നിന്ന് വിട്ടിട്ടുള്ള ആ ഒരു ദുഃഖം ഉണ്ട് താനും. പക്ഷെ ഈ കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു സെൻസ് ഓഫ് സെൽഫ് ഉണ്ടായി വരികയാണ്. So then the imaginary is the psychic place or phase where the child projects its ideas of self into the onto the mirror image it sees. The mirror stage cements a self-other dichotomy where previously the child had known other but not self. എന്താ അതിനർത്ഥം? കുട്ടി അമ്മയിൽ നിന്ന് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് കുട്ടി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ താൻ ആരാണെന്ന് തനിക്ക് അറിയുന്ന സിറ്റുവേഷൻ ആണത്. കുട്ടി ആദ്യമായിട്ട് മനസ്സിലാക്കി എടുക്കുകയാണ് ഞാൻ വേറൊരാളാണ് എന്നുള്ളത്. അപ്പൊ ആ സെൽഫ് അതർ ഡൈക്കോട്ടമി മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണിത്. കുഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന പ്രതിബിംബം കുഞ്ഞ് തൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിബിംബം കുഞ്ഞാണോ? അല്ല, അതൊരു ഇമേജ് ആണ്. ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ ബേബി. Okay, now in Lacan's view, self is the other. കാരണം എന്താ, ഈ അതർ ഇമേജ്, ഈ ഇമേജ് അല്ലെങ്കിൽ ഈ അതറിനെ വെച്ചിട്ടാണ് ഈ കുട്ടിയുടെ സെൽഫ് ഉണ്ടാക്കി എടുക്കുന്നത്. The concept of self relies on one's misidentification with the image or the other. ഇപ്പൊ കണ്ണാടിയിൽ കാണുന്ന ഇമേജ് മാത്രമാണോ ഈ അതർ എന്ന് പറയുന്നത്? ഇപ്പൊ കുട്ടിയുടെ ഈഗോ എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ നോക്കി കാണുന്ന ഈ ഇമേജ് മാത്രമാണോ? അല്ല, അത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സും ഇതെല്ലാം നമ്മുടെ ഈഗോ എന്നുള്ള സെൻസിനെ, നമ്മുടെ ആ ഒരു വ്യക്തിത്വത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഐഡന്റിറ്റി ഈസ് ബിൽഡ് അപ്പോൺ ദാറ്റ് വാട്ട് അതേഴ്സ് റിയാക്ട് ഓർ റെസ്പോണ്ട് ടു അവർ എക്സിസ്റ്റൻസ്. ഈ ഇമേജ് ഒരു അതർ ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളൊന്നും ഇല്ലാത്ത ഒരു സംഭവമല്ല. ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഇമേജ് എന്ന് പറയുന്നത്, നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞു, നീഡ്സ് ഇപ്പോൾ ഡിമാൻഡ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഈ സ്റ്റേജിൽ യു ഡിമാൻഡ് യുവർ മദർ ടു സാറ്റിസ്ഫൈ യുവർ നീഡ്സ്. മുമ്പ് കുഞ്ഞിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ കുട്ടിക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, വാംത്ത് കിട്ടും, സ്നേഹം കിട്ടുന്നുണ്ട്. ഇപ്പൊ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പല സമയങ്ങളിൽ അമ്മ അവിടെ അടുത്തുണ്ടായിക്കോളുന്നില്ല. The baby identifies itself based on the image of the other. This is made up of feedbacks by other people as well. ഇതിനെ ഒന്നുകൂടി എളുപ്പത്തിൽ പറയാൻ, think of why we wear good clothes and groom ourselves. Why do we behave politely? We perform these roles as our personality or our sense of self, or what we call our ego is closely associated with what others around us feel about us. Our sense of self is developed or developing in response to others around us. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായത്തിനൊക്കെ അതുമായിട്ട് കണക്റ്റഡ് ആണ്. വി ഐഡന്റിഫൈ വിത്ത് ഇറ്റ്. ഇറ്റ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് അവർ ഫിസിക്കൽ ബോഡി. ഇമേജിൽ കാണുന്ന ഫിസിക്കൽ ബോഡിയാണ്. ഇസ് ഇറ്റ് എ കംപ്ലീറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഹൂ വി ആർ, ഹൂ വി ട്രൂലി ആർ? ശരിക്കും പറഞ്ഞാൽ ആ ആളുകൾക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മുടെ ഈഗോ എന്ന് പറയുന്നത് ശരിക്കും നമ്മളാണോ? ഒരുപാട് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ലേ? അപ്പൊ അതുണ്ട്. അപ്പൊ ഇമേജും പൂർണ്ണമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ അല്ല. ഇറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ് ആൻഡ് അതർ. അവർ സെൻസ് ഓഫ് സെൽഫ് ഇസ് ബിൽഡ് അറൌണ്ട് ദിസ് ഇമേജ് വിച്ച് ഈസ് ആൻ അതർ. സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതൊക്കെ ഒരു ചോദ്യം വരികയാണ് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ. അത് സാധ്യമാണോ?
കാരണം വ്യക്തിത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഘടകങ്ങളെ ഡിപ്പെൻഡന്റ് ആണ്. സോ അക്കോർഡിംഗ് ടു ലക്കാൻ ദ ടേം ഓഫ് സെൽഫ് ഈസ് എ മിസ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ആൻ ഇമേജ് ഓഫ് എൻ അതർ. ഇപ്പോൾ സ്വന്തം എന്നൊക്കെ പറഞ്ഞ ആ കോൺസെപ്റ്റ് തന്നെ ഈ അതറുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതാണ്. നമ്മുടെ സെൽഫ്, നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈഗോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ അതർ. ഇനി ലക്കാൻ വന്നോട് കൂടിയിട്ട് എല്ലാം അതർ ആവാൻ പോവുകയാണ്, ഒരുപാട് അതർ വരാൻ പോവുകയാണ്. ഇപ്പൊ സെൽഫ് തന്നെ അതറുമായി കണക്റ്റഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ അതറോം കി ജിന്ദഗി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുള്ള കുഞ്ഞ് ആ ഡിഫറൻസ് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ വാപ്പസ് ജാന മുഷ്കിൽ ഹി നഹി നാമുൻകിൻ ഹെ.